ഇന്നത്തെ വിഷയം വിമൺ എംപവർമെൻറ്റ്. നമ്മൾ ഈ മാർച്ച് 8 ഹാപ്പി വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തു. എല്ലാവരും വളരെ സന്തോഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. പല ഈവൻ ഞാനും സെലിബ്രേറ്റ് ചെയ്തു. പക്ഷേ ഞാൻ സമൂഹത്തിൽ കണ്ടുവന്നത്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു പെൺകുഞ്ഞ് പിറന്നു കഴിയുമ്പോൾ ആദ്യം മാതാപിതാക്കൾക്കുള്ള ഒരു ആശങ്ക, അയ്യോ ഈ കുട്ടീനെ വളർത്തി കല്യാണം കഴിപ്പിക്കണമല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ആ കുട്ടിക്ക് 1 വയസ്സാവുമ്പോൾ തന്നെ മാതാപിതാക്കളുടെ ഒരു ചിന്ത എന്താണ്, അടുത്ത LIC എടുക്കണം, അല്ലെങ്കിൽ ആ കുട്ടിക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വ്യഗ്രതയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ പെൺകുട്ടി എന്നും കല്യാണം കഴിപ്പിക്കേണ്ട ഒരു വസ്തു എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ കൂടിയാണ് കുട്ടിയെ വളർത്തുന്നത്. ഈ കാഴ്ചപ്പാടിൽ കൂടെ വളരുന്ന കുട്ടിക്കും വളർത്തുന്ന മാതാപിതാക്കൾക്കും അതൊരു ബേർഡനായിട്ട് വർഷങ്ങൾ കഴിയും തോറും വരുന്നു. അപ്പോൾ കുട്ടികൾ പറയുന്നത് എന്താണ്, മാം ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളൊരു ഫ്രീഡം കിട്ടുന്നില്ല. എന്ത് പറഞ്ഞാലും നീ പെൺകുട്ടിയാണ്, നീ നാളെ വേറൊരു വീട്ടിൽ ചെല്ലേണ്ടിയാണ്, ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരുപാട് നിബന്ധനകളിൽ കൂടെ പാലിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥ. എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്, ഒരിക്കലും ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും രണ്ടായിട്ട് കാണാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ആ കാഴ്ചപ്പാടുകൾ മാറണം. നമ്മൾ ഹാപ്പി വിമൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും ഒരു വിമൻ ഹാപ്പി ആവണമെങ്കിൽ എന്താണ് വേണ്ടത്? ആ വ്യക്തി ഹാപ്പി ആവണമെങ്കിൽ ആ വ്യക്തിയെ അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കുകയും സമൂഹത്തിൽ നിന്ന് ആ വ്യക്തിക്ക് കിട്ടേണ്ട പരിഗണന കിട്ടുകയും സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ടുള്ളൊരു അവസരം കൊടുക്കുകയും അത് സ്വയമായിട്ടത് എടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു വിമൻ ഒരു ഹാപ്പി ആവുകയുള്ളൂ. അപ്പം അതിലേക്ക് നമ്മുടെ സമൂഹം മാറണമെങ്കിൽ ഒരു കുഞ്ഞ് സമൂഹത്തിൽ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഈ കാഴ്ചപ്പാടുകൾ മാറണം. ഈ കാഴ്ചപ്പാട് മാറിയതിന് ശേഷം ആ കുട്ടിക്ക് ഈ സമൂഹത്തിലെ എല്ലാ സ്വാതന്ത്ര്യത്തോട്, ഒരു ആൺകുട്ടിക്ക് കൊടുക്കുന്ന എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടെ വളരാനായിട്ടുള്ള അവകാശം കൊടുക്കണം. ആ കുട്ടിയെ ചെയ്യേണ്ടത് കല്യാണം കഴിപ്പിച്ച് വിടേണ്ട ഒരു വസ്തു എന്നുള്ളൊരു ചിന്താഗതിയല്ല വേണ്ടത്. ആൺകുട്ടിയെ പോലെ തന്നെ പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് ജോലി നേടിയതിന് ശേഷം മാത്രം ആ കുട്ടിക്ക് കല്യാണം കഴിക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ അനുവദിച്ചു കൊടുക്കുക, അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുക. അല്ലാതെ ഈ കല്യാണം കഴിപ്പിക്കണം, അല്ലെങ്കിൽ ഇതൊരു വേറെ വീട്ടിലേക്കുള്ള ഒരു വസ്തുവാണ്, അത് കാരണം കൊണ്ട് നിബന്ധനകളിൽ കൂടെ വളരുന്ന കുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ മാനസിക വളർച്ചയെ അത് ബാധിക്കുന്നു. ഞാൻ പല കുട്ടികളെ കാണുമ്പം അവരുടെ വിഷമങ്ങൾ പറയുമ്പം അവർക്ക് അവകാശപ്പെട്ട ഒരു ഫ്രീഡവും അവർക്ക് കിട്ടുന്നില്ല. കിട്ടാത്തതിൻ്റെ ഒറ്റ കാര്യം ഇതാണ്, ഞാൻ പെണ്ണായി ജനിച്ചു പോയി. അപ്പം അങ്ങനെ അത് കാരണം ചില കുട്ടികൾക്കതൊരു മാനസിക ഒരു വിമിഷ്ടമായിട്ട് അത് അവസാനം ഒരു അഗ്രസീവ് മോഡിലേക്ക് വന്നിട്ട് അവരെങ്ങനെ ഇതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വേറൊരു ഫ്രീഡം കിട്ടാൻ വേണ്ടി തെറ്റായ മാർഗത്തിൽ കൂടെയും ഡ്രഗ്സിലേക്കും പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നു. അപ്പോൾ ആ കാഴ്ചപ്പാട് സമൂഹത്തിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ നമുക്കൊരു ഹാപ്പി വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു അർത്ഥമുള്ളൂ. അല്ല നമ്മളൊരു ജസ്റ്റ് ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ ഉള്ളൂ. കാരണം അതിന് ആവണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഹാപ്പി ആവണമെങ്കിൽ ചെറുതിലെ ആ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്ന രീതിയും അവരിലെ ഫ്രീഡവും അവരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിവുള്ള വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിട്ട് വളർത്തിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ ഇന്ന് ആൺകുട്ടികളോടൊപ്പം തന്നെ ഫൈറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ നേടാനും തിരിച്ചു പറയാനും പ്രതികരിക്കാനും എല്ലാത്തിനും ശക്തിയുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു കുട്ടിയായിട്ട് പെൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ ഇന്ന് സമൂഹത്തിന് സ്ത്രീയാണ് ഒരു ഏറ്റവും വലിയ ശക്തി. ഒരു വീട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥയാണ്, അതായത് അമ്മയാണ്.
ആ വീട്ടിൻ്റെ ഏറ്റവും വലിയ നിലവിളക്ക്. ആ നിലവിളക്ക് ശോഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വീട് എന്നും വെളിച്ചമില്ലാത്ത അന്ധകാരത്തിൽ മൂടിയതുപോലെ ഇരിക്കും. ആ വിളക്ക് ശോഭിക്കണമെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്നവർ ആ വ്യക്തിക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യവും സ്നേഹവും പരിഗണനയും അനുസരിച്ചായിരിക്കും ആ വ്യക്തി ആ വീട്ടിലെ നിലവിളക്കാവുന്നത്. അത് നിലവിളക്കുമാകാം, കരിവിളക്കുമാകാം. അത് നമ്മളാണ്, ഒരു പെൺകുട്ടിയാണ് അത് തീരുമാനിക്കേണ്ടതും. ആ ഒരു പെൺകുട്ടിക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട അവകാശം നേടിയെടുത്ത് ആ കുട്ടി ഒരു വീടിൻ്റെ നിലവിളക്കായിട്ട് തന്നെ വളർന്നു വരുവാനായിട്ട് അതിനു വേണ്ടി നമ്മുടെ സമൂഹം പെൺകുട്ടികൾക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുത്ത് മുൻപോട്ട് കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം.